ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി എല്ലാ സത്യങ്ങളും അറിയാണ് കേട്ടോ. നയനയാണ് കരൾ നൽകിയതെന്നുള്ള വിവരമൊക്കെ. അതിനുശേഷം ദേവയാനി നന്ദാവനത്തിൽ പോയി നയനയെ കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലെത്തുകയാണ്. അത് കഴിയുമ്പോൾ പിന്നെ സംഭവബഹുലമായ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊരു സംഭവമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവയാനി നയനയുമായിട്ട് വന്നു കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ദേഷ്യമാകുകയാണ് കേട്ടോ. നയനയും ദേവയാനിയും എത്തിയിട്ടുണ്ട് എന്ന് അറിയുമ്പോഴേക്കും തന്നെ അനാമിക ഇങ്ങ് ഓടിയെത്തുകയാണ്. അനാമിക എത്തിക്കഴിയുമ്പോൾ രേവതിയും കൂടെയുണ്ട്. എങ്ങനെ നയനയ്ക്ക് പണി കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അവർ. അതേസമയത്ത് നമ്മുടെ ദേവയാനിയാണെങ്കിൽ പ്രിയപ്പെട്ട നയനയ്ക്ക് വേണ്ടിയിട്ട് പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. പായസം ഉണ്ടാക്കി നയനയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പം കുശുമ്പ് മൂത്ത അനാമിക അത് തട്ടിത്തെറിപ്പിക്കുകയാണ്. അപ്പോൾ ദേവയാനിക്ക് മനസ്സിലാകാണ് ഇതിവള് മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അങ്ങനെ ദേവയാനി അനാമികയോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്താ അനാമികയെ ഈ കാണിച്ചത്? നിനക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ച് നടന്നൂടെ? ഞാൻ എൻ്റെ മരുമകൾക്കായിട്ട് ഒരു പായസം ഉണ്ടാക്കി കൊടുത്തതാ, അതുപോലും അവളെ കുടിക്കാൻ നീ അനുവദിക്കില്ലല്ലേ? അപ്പം അനാമിക പറയാണ്, അത് ഞാൻ കണ്ടില്ല പായസമൊന്നും. ഓ, വല്യമ്മ ഇപ്പം അരമോക്ക് പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയല്ലേ? നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പോൾ ദേവയാനി പറയാണ്, നേരത്തെ കാര്യമൊന്നും അനാമികയെ നീ നോക്കണ്ട. കാരണം അവൾ എൻ്റെ മരുമകളാണ്. ഇനിയിപ്പോൾ അവൾ എനിക്ക് എൻ്റെ മകളെപ്പോലെ തന്നെയാണ്. അതുകൊണ്ട് ഇനി ഉടക്കാനായിട്ട് അനാമിക വരണ്ട. നയനയെ വിഷമിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണിതെങ്കിൽ ഇനി അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട. നേരത്തെ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാനും കൂട്ടു നിന്നിട്ടുണ്ട്. അനാമികയെ അതിര് കവിഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇനി നയനയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ അതിനെ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ദേവയാനി കയറി പോവാണ് കേട്ടോ. അത് കഴിയുമ്പം രേവതിയും അനാമികയും കൂടി പറയുന്നുണ്ട്, ഇവർക്കിത് എന്ത് പറ്റി? എന്താ ഇവർക്ക് ഇങ്ങനെ ഒരു മാറ്റം വരാനായിട്ട്? ഇവളോട് എന്താ ഇപ്പം ഇത്ര സ്നേഹം? ഹോ, എന്ത് ചെയ്യാനാന്ന് നോക്കണേ. ഇപ്പം നമ്മൾ ഒറ്റപ്പെട്ടതുപോലായി. അപ്പോൾ അനാമിക പറയാണ്, അത് കുഴപ്പമില്ല മോളെ, നമുക്ക് കൂട്ടായിട്ട് ഇവിടെ ജലജയും നിൻ്റെ അമ്മായിയമ്മ ജാനകിയൊക്കെ ഇല്ലേ, അവരെ അങ്ങ് വിടാതെ പിടിച്ച് ഇവളെ നമുക്ക് ഇവിടുന്ന് കെട്ടിക്കണം എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നയനയെ ഓടിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിനിടയ്ക്കാണ് നയന ഓഫീസിലേക്ക് പോകാനൊക്കെ തുടങ്ങുന്നത്. അതും ദേവയാനിയുടെ പൂർണ്ണ അനുവാദത്തോടു കൂടിയാണ് നയന ഓഫീസിൽ പോകുന്നത് കേട്ടോ. ഇതിനെ എതിർക്കാനായിട്ട് ജലജയും ജാനകിയും അനാമികയും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാക്കി എല്ലാവരും നയനയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇതൊക്കെ കാരണം ആകെ മൊത്തം ദേഷ്യത്തിലാണ് കേട്ടോ നമ്മുടെ അനാമിക. എന്ത് ചെയ്യും, നമുക്കിവിടെ ഒരു വിലയില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങൾ അടുക്കളയിൽ കയറി ജോലി ചെയ്താൽ ഒന്നും സംഭവിക്കില്ല, അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിക്കോളാൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ അനാമികയും രേവതിയും ജലജയും കൂടി അടുക്കള ഭരണമൊക്കെ അങ്ങ് ഏറ്റെടുക്കുകയാണ്. അടുക്കളയിൽ കയറി ആകെപ്പാടെ കഷ്ടപ്പെടുകയാണ് ജലജ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഹോ എൻ്റെ ദൈവമേ, അവൾ ജോലിക്ക് പോയത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ കഷ്ടപ്പെടേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവില്ലായിരുന്നു. ആകെപ്പാടെ ചൂടടിച്ച് എനിക്ക് വയ്യ, ഈ ചൂടും ഒക്കെ അടിച്ച് ഈ അടുക്കളയിൽ ഇങ്ങനെ നിന്ന് ജോലി ചെയ്യാൻ. ഇതിനു മുമ്പ് ഒന്നും അറിയണ്ടായിരുന്നു. ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ വന്ന് ഇരുന്നാൽ മതിയായിരുന്നു, അവളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് വിളമ്പിയനെ. അപ്പോഴേക്കും അനാമിക ഒരു കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അനാമിക പറയാണ്, അതെ അപ്പച്ചി, ദേ നോക്കിക്കേ, ഇത് ഞാൻ വെച്ച ഒരു കറിയാണ്, ഇതൊന്ന് ടേസ്റ്റ് ചെയ്തോ നോക്കിക്കേ. അപ്പോഴേക്കും ജലജ പറയാം, എടി മോളെ, നിനക്കറിയോ വല്ലതും വയ്ക്കാൻ? ഇതൊക്കെ ശരിയാണോ? കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവോ? അപ്പോഴേക്കും അനാമിക പറയുന്നു, ഏയ് പ്രശ്നമൊന്നുമില്ല, അപ്പച്ചി ഒന്ന് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ജലജയുടെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് കറി. ജലജ അത് വായിലേക്ക് വെച്ച് കഴിയുമ്പം പറയുക, അയ്യോ ഇതെന്താണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നേച്ച് പറയാണ്, എന്തൊരു എരിവ്, എന്തൊരുപ്പ്, ഇത് എന്തൊരു സാധനം അനാമികയെ, ഇതെന്ത് കറിയാ മോളെ അനാമികയെ എന്ന് ജലജ ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക പറയാണ്, അതപ്പച്ചി രസമാണ് അപ്പച്ചി, രസം. ഓ, ഇത് രസമാണോ? ഇങ്ങനെ രസം നീ ഉണ്ടാക്കിയാൽ നമുക്ക് അധികം രസമൊന്നും കഴിക്കേണ്ടി വരികയല്ല എന്ന് പറയാണ്. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട്, നേരാ, ഈ അടുക്കളയിൽ കിടന്ന് പണിത് മടുത്തു. നേരത്തെ ജോലിക്കാരിയെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പം ഞാനും മാത്രം പണിത് അനാമിക മോള് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്നൊക്കെ പറയുക കേട്ടോ. അപ്പം അനാമികയെ പറയുന്നുണ്ട്, കഷ്ടപ്പെട്ടാലും അവൾ അവിടെ പോയി ജോലി ചെയ്ത് സിക്കകത്ത് സുഖിച്ചിരിക്കുന്നത് ഓർക്കുമ്പം എനിക്കും സഹിക്കുന്നില്ല. അപ്പം ജലജ പറയാം, നമുക്ക് എങ്ങനെയാലും അവളെ ഇവിടുന്ന് കെട്ടിക്കണം, അവളുടെ ഓഫീസിൽ പോക്ക് നിർത്തുക തന്നെ ചെയ്യണം. അപ്പം അനാമിക പറയാം, ഇങ്ങോട്ട് വരട്ടെ അവൾ,
അവൾക്ക് നല്ല പണി കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. അങ്ങനെ വൈകുന്നേരം ആകുമ്പം അനാമിക ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ, നയന വരുന്നുണ്ടോയെന്ന്. അപ്പോഴാണ് നയന ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആകെപ്പാടെ വിഷമിച്ച് വന്ന് കയറുമ്പോഴേ അനാമിക നയനയുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് പറയാണ്, ആഹാ കെട്ടിലമ്മ വന്നോ ഉദ്യോഗസ്ഥ? ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ, വൈകിട്ട് നോൺ വെജ് എന്തെങ്കിലും വേണം സ്പെഷ്യൽ. അതിനായിട്ട് കുറച്ച് ചിക്കനും ബീഫും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കറി വെക്കണം, വാ പെട്ടെന്നാട്ടെ എന്ന് പറയുകയാണ്. അപ്പം നയന പറയാണ്, അത് അനാമികയ്ക്ക് അങ്ങ് കറി വയ്ക്കാൻ പാടില്ലായിരുന്നോ? അപ്പം അനാമിക പറയാം, നീ എന്തിനാ എന്നോട് തർക്കുത്തരം പറയുന്നത്? ഞാൻ ഈ വക സാധനങ്ങളൊന്നും ചെയ്ത് പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം നിനക്കറിയില്ലേ? കറി വയ്ക്കാൻ നിന്നോടാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഉടനെ നയന പറയാണ്, അത് അനാമികേ, ഞാൻ വന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം കറി വെച്ചോളാം എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയും, എന്ത് റെസ്റ്റ് എടുക്കാനാ? അവിടെ പോയി മലമറിക്കൊന്നും അല്ലായിരുന്നല്ലോ, ഇപ്പം സുഖമായിട്ട് ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ അങ്ങോട്ട് നേരെ അടുക്കളയിലേക്ക് കയറ്. അപ്പം നയന പറയാണ്, അത് പറ്റില്ല, എനിക്ക് നല്ല തലവേദനയുണ്ട്, എനിക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക തന്നെ ചെയ്യണം എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ജാനകി അങ്ങോട്ട് വരിക. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ അനാമികയെ? അപ്പോൾ അനാമിക പറയാം, ഞാൻ ഇവളോട് ആ നോൺ വെജൊക്കെ എടുത്ത് കറി വയ്ക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന്. ഇനി റെസ്റ്റൊക്കെ എടുത്ത് ഇവളുണ്ടാക്കി വരുമ്പോൾ ബാക്കിയുള്ളവരിവിടെ വിശന്ന് മരിക്കുമല്ലോ. അപ്പോഴേക്കും ജാനകി പറയാം, എന്താടി നിനക്ക് അനാമിക മോള് പറഞ്ഞാലൊന്ന് അനുസരിച്ചാൽ? മോക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് കേട്ടില്ലേ, പെട്ടെന്ന് നീ അടുക്കളയിൽ കയറി കറി എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്ക്. അപ്പം നയന പറയാൻ, എനിക്കിപ്പോൾ പറ്റില്ല, അവൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ കയറി ഉണ്ടാക്ക്, ഞാനൊന്ന് ഫ്രഷായി കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ കയറി ഉണ്ടാക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഉണ്ടാക്കില്ലെന്ന് പറയാൻ നീ ആരെ കെട്ടില്ലമ്മയോ? നീ നന്ദാവനത്തിലെ ഗോവിന്ദൻ്റെയും കനകയുടെയും മോള് തന്നെയല്ലേ, അല്ലാതെ കോടീശ്വരിയൊന്നും അല്ലല്ലോ. അപ്പം ഇത് കേട്ടോണ്ട് ദേവയാനി വരികയാണ്. ദേവയാനി ചോദിക്കുക, എന്താ നയനെ, എന്താ പ്രശ്നം? നീ എന്താ ഓഫീസിൽ നിന്ന് വന്നിട്ട് തന്നെ നിൽക്കുന്നത്? അപ്പോൾ നയന പറയാണ്, ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ, വല്ലാതെ ടയേർഡായിട്ടുണ്ട്, തലവേദനയുണ്ട്. അനാമികയ്ക്ക് ഇപ്പം തന്നെ ആ നോൺ വെജ് എല്ലാം കറി വെച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഞാനൊന്ന് ഫ്രഷ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അതിന് സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, എന്താ അനാമികയെ, നിനക്ക് വേണമെങ്കിൽ നിനക്കുണ്ടാക്കി കഴിച്ചൂടെ? നയന ക്ഷീണിച്ച് വന്നത് കണ്ടില്ലേ? അവൾ ക്ഷീണിച്ച് വന്നെങ്കിൽ എന്താ, അവൾക്ക് ഇതുകൂടി ചെയ്യാനുള്ള ഇതില്ലേ, ഉത്തരവാദിത്തം ഇല്ലേ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, ഇപ്പം നയന പറഞ്ഞല്ലോ ചെയ്യാമെന്ന്, അവൾ പോയി ഫ്രഷ് ആയിട്ട് തലവേദന മാറിയിട്ട് വന്ന് ഉണ്ടാക്കിത്തരും. അപ്പം ഞാൻ വിശന്ന് ഞാൻ ചാകണം, അത്രയല്ലേ ഉള്ളൂ വല്യമ്മയ്ക്കും. ഏയ് നീ വിശന്ന് ചാവേണ്ട, ഉള്ളതെടുത്ത് കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുക, നയന വന്നു കഴിഞ്ഞ് ഉണ്ടാക്കിത്തരും. അല്ലാതെ നിങ്ങൾക്കൊക്കെ കറക്റ്റ് സമയത്ത് ഉണ്ടാക്കിത്തരാൻ അവളിവിടുത്തെ വേലക്കാരിയൊന്നും അല്ല. ജാനകിയും ആ കാര്യം മറക്കണ്ട, എൻ്റെ മകൻ്റെ ഭാര്യയാണ് നയന, അതുകൊണ്ട് അവളെ ഒരുപാട് ഭരിച്ചോണ്ടൊന്നും ജാനകിയും പോകണ്ട, ജാനകിയുടെ മരുമോളെ മാത്രം ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ദേവയാനി നയനയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം ഇത് കണ്ടിട്ട് ജാനകിക്കും അനാമികയ്ക്കും ഒന്നും സഹിക്കാൻ മേല. രണ്ടുപേരും കൂടെ അടുക്കളയിലേക്ക് അങ്ങ് പോവുകയാണ് ജോലിയൊക്കെ ചെയ്യാനായിട്ട്. അതിൻ്റെ പിറ്റേ ദിവസമാണെങ്കിൽ ഇങ്ങനെ നയന ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അതേസമയം ദേവയാനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, നയനയ്ക്ക് ഞാനൊന്നും കൊടുത്തില്ലല്ലോ, എൻ്റെ അനാമികയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഞാൻ സ്വർണം കൊടുത്തു, നയനയ്ക്ക് കൊടുക്കാൻ വേണ്ടി വച്ചിരുന്ന സ്വർണ്ണമാണ്, പക്ഷേ അത് ഞാൻ അനാമികയ്ക്ക് കൊടുത്തു. ഇനി നയനമോക്കൊന്നും കൊടുത്തില്ല. എന്തായാലും അവൾ വന്നതല്ലേ, എന്തെല്ലാം കൊടുത്താലും തൃപ്തിയാവില്ല, അതുപോലുള്ള ഉപകാരമല്ലേ അവൾ എനിക്ക് ചെയ്തത്, അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങിക്കുകയാണ് കേട്ടോ. ആ ഡയമണ്ട് നെക്ലേസുമായിട്ട് രാവിലെ തന്നെ നയനയ്ക്ക് കൊടുക്കുകയാണ് ദേവയാനി. മോളെ നയനെ, ഇതാ അമ്മയുടെ വക ഒരു സമ്മാനമാണിത്, നിനക്ക് ഇതുവരെ ഒന്നും തരാൻ എനിക്ക് പറ്റിയിട്ടില്ല. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നെങ്കിലും ഞാൻ സമ്മാനമായിട്ടൊന്നും തന്നില്ലല്ലോ, ഈ നെക്ലേസ് നീ എടുക്കണം എന്ന് പറയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഉടനെ നയന പറയാണ്, ഈ നെക്ലേസ് എനിക്ക് വേണ്ടമ്മേ, എനിക്ക് മുത്തശ്ശി തന്ന സ്വർണ്ണമുണ്ട്, പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഈയിടെ സ്വർണ്ണമൊക്കെ കൊണ്ടു തന്നു, ഇതെല്ലാം ഒരുപാട് ഇടുന്നൊന്നും എനിക്കിഷ്ടമല്ല, ഇതെനിക്ക് വേണ്ട എന്ന് പറയുമ്പം, അതെന്താ മോളെ, ഞാൻ തന്നാൽ നീ വാങ്ങില്ലേ
ഇതെൻ്റെ ഒരു ചെറിയ സമ്മാനമാണ് മോളെ. നിനക്ക് എന്തെല്ലാം തന്നാലും അതൊന്നും ആവില്ല എന്ന് എനിക്കറിയാം. ഇത് നീ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് അത് കൊടുക്കുകയാണ് നയനയ്ക്ക്. നയന അത് സന്തോഷത്തോടെ വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അനാമികയും ജാനകിയും ഒക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടിപൊളി സീനുകളാണ് വരുന്നത്. ദേവയാനി നയനയെ സ്നേഹിച്ച് കൊല്ലും. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്